അവർ പോകുന്ന വഴി അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്ന് പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. ഈ പോകുന്ന വഴി ഏതാണ്? അത് ജെറുസലേമിലേക്കുള്ള വഴിയാണ്. അവൻ സമരിയായിൽ പ്രവേശിക്കുന്നുണ്ട്, പക്ഷെ അവരവനെ സ്വീകരിച്ചില്ല. ലൂക്കയുടെ സുവിശേഷം 9:52-53 വചനങ്ങൾ വായിച്ചിട്ട് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അല്പം കൂടി വെളിച്ചം കിട്ടും. സമരിയാക്കാർ അവനെ തിരസ്കരിച്ചു, അവനെ സ്വീകരിച്ചില്ല. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അവൻ മറ്റൊരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത്. ഗ്രാമത്തിൻ്റെ പേര് ബഥാനിയ. ഈ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ ഈശോയെ കണ്ട മാത്രയിൽ മറിയം എന്ന സ്ത്രീ ഓടി വന്ന് അവനെ സ്വന്തം ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈശോ അവിടേക്ക് കയറി ചെല്ലുന്നു. പിന്നീട് നമുക്കറിയാം ഈശോയുമായുള്ള ഈ കുടുംബത്തിൻ്റെ ബന്ധം എത്രയോ ആഴപ്പെടുന്നുണ്ടെന്ന്. പണ്ടൊരിക്കൽ കാതോരത്തിൽ ഞാൻ റെബേക്ക എന്ന 2ാം ക്ലാസ്സുകാരിയെക്കുറിച്ച് പങ്കുവച്ചിരുന്നല്ലോ. അവൾ ഇങ്ങനെയാണ് ചെയ്തത്. ഈശോ ഈശോ എന്ന നാമം ചൊല്ലി 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 ഈശോയെ അവളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നീട് ഈശോ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് മാറി. അവൾ ഈശോയോട് സംസാരിക്കുന്നു, കളിക്കുന്നു. അങ്ങനെ ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ജീസസ്, വി വെൽക്കം യു. ആമേൻ.